ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അതൽ സേതു കേബിൾ സ്റ്റേഡ് പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെയായിട്ട് കാണുന്നത് മണ്ടോവി നദിയാണ്. മണ്ടോവി നദിയുടെ മുകളിലൂടെ ഏതാണ്ട് 5.1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പാലം പണിതിരിക്കുന്നത്. താഴെ ഒരുപാട് ക്രൂയിസ് ഷിപ്പുകളും ബോട്ടുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ യാത്ര ഡോൾഫിൻ പോയിന്റിലേക്കാണ്. സിംഗൂരിയൻ ജെട്ടിയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അഗോഡ കോട്ടയ്ക്ക് സമീപമായിട്ടാണ് ഈ ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ കയറി വേണം ഡോൾഫിൻ പോയിന്റിലേക്ക് പോകാനായിട്ട്. ഏതാണ്ട് 40 മിനിറ്റത്തോളം നമുക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്ത് ഡോൾഫിനെല്ലാം കണ്ട് കറങ്ങി വരുന്നതിന് ഇവർ ചാർജ് ചെയ്യുന്നത് 350 രൂപയാണ്. ഇതുപോലെ കുറച്ച് ആളുകൾക്ക് ഈ ബോട്ടിൽ കയറാൻ സാധിക്കും. എല്ലാവരും ഒരുമിച്ച് കയറി ജാക്കറ്റെല്ലാം ഇട്ട് സേഫ് ആയതിനു ശേഷമാണ് ബോട്ട് ഈ ജെട്ടിയിൽ നിന്ന് എടുക്കുന്നത്. നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ആ ഡ്രൈവർ തന്നെ നമുക്ക് പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് രാവിലെ 6:30 മുതൽ വൈകിട്ട് 9 മണി വരെയാണ് ഡോൾഫിനെ കാണാനുള്ള സാധ്യത കൂടുതലെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മെയ് വരെയാണ്. ഈ ബോട്ടിൽ നമ്മളിങ്ങനെ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് 2 സൈഡിലായിട്ടുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള ഇതാണ്. ഏറെക്കുറെ നമ്മുടെ ആലപ്പുഴേനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഭൂപ്രകൃതിയാണ് നമുക്ക് അത് വരെ കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ കുറച്ചും കൂടി ഉള്ളിലേക്ക് എത്തി. ഇവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡോൾഫിനെ കാണുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ പല ബോട്ടുകളിലായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഉള്ളിലേക്ക് എത്തിയപ്പോഴാണ് ഒരുപാട് ബോട്ടുകൾ ഈ പരിസരത്തായിട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ആ കാണുന്ന ബോട്ടുകളെല്ലാം ഡോൾഫിനെ കാണാൻ വേണ്ടി ഇതുപോലെ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്ന ആളുകളാണ്. ഇവിടെ വരുമ്പോൾ എല്ലാവരുടെയും ഒരു ആകാംക്ഷ, എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കടലിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ അനക്കുണ്ടായി കഴിഞ്ഞാൽ ഡോൾഫിനാണോ എന്നും പറഞ്ഞ് എല്ലാവരും കൂടി ബോട്ടിൻ്റെ ഒരു സൈഡിലേക്ക് പെട്ടെന്ന് ചാടി എണീറ്റ് വരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹമാണ് പറഞ്ഞത് അങ്ങനെ എഴുന്നേറ്റ് ചാടി പോരുത്, കാരണം ബോട്ടിൻ്റെ ബാലൻസ് തെറ്റും, അതുകൊണ്ട് എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്നു. എല്ലാവരും ഡോൾഫിനെ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡോൾഫിൻ അങ്ങനെ നമ്മൾ കണ്ടു തുടങ്ങി. പക്ഷെ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തായിട്ടല്ല, വളരെ ദൂരെയായിട്ടാണ്. അപ്പോൾ ചിലർ ബോട്ടിലിരുന്നുകൊണ്ട് ദേ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴേക്കും ഡോൾഫിൻ മാറിപ്പോവാണ്. അങ്ങനെ എല്ലാവരും തൊട്ടടുത്ത് കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അതേ അവിടെ ഡോൾഫിൻ ആ പോകുന്ന ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ചാടുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവയെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിപ്പോൾ ചാടും. ഇതിങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട പോണു. ഒന്നല്ല 2 ഡോൾഫിൻ ഉണ്ട്. ഡോൾഫിൻ പോണ കാണാൻ പറ്റും. ഇങ്ങനെ ഡോൾഫിൻ നമ്മുടെ ബോട്ടിനോട് ചേർന്ന് ഇങ്ങനെ പോകാണ്. അങ്ങനെ കറക്റ്റ് ഇതിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം അവരിപ്പോൾ ഡ്രൈവർ പറഞ്ഞു നമ്മുടെ അടുത്ത് കൂടെയും പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ബോട്ടുകൾ ആ ഡോൾഫിന് ചുറ്റും ഇങ്ങനെ വട്ടോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് മാത്രമല്ല, ഒരുപാട് ബോട്ടുകളുണ്ട്. എല്ലാ ബോട്ടുകളും ആ ഡോൾഫിനെ കണ്ട ഏരിയയിലേക്ക് വന്നിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ വലതുവശത്തായിട്ട് ഡോൾഫിൻ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. വെള്ളത്തിൻ്റെ മുകളിലൂടെ പോകുന്നു. നമ്മുടെ തൊട്ടടുത്ത് കൂടെയാണ് ഇപ്പോൾ ഈ ഡോൾഫിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോൾഫിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇപ്പോൾ അത് പൊങ്ങി മുകളിലേക്ക് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ വരും. ഇപ്പോൾ ഈ ഡോൾഫിൻ്റെ നിറം എന്ന് പറയുന്നത് ഒരു വെളുത്ത നിറമാണ്. നല്ല വലിപ്പമുണ്ട്. ഇതിങ്ങനെ ചാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല രസമാണ് ഈ ഡോൾഫിൻ പോണ കാണാനായിട്ട്. ഇതിങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ കൂടെ ചേർന്നാണ് ഇപ്പോൾ ഈ ഡോൾഫിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഗോവയിൽ വരുമ്പോൾ ഇത് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് ഈ ഡോൾഫിൻ പോയിന്റിൽ വന്ന് ഡോൾഫിനൊക്കെ കണ്ടിട്ട് പോകുന്നത് ഭയങ്കര രസമാണ്. ഈ യാത്ര ഭയങ്കര രസമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ യാത്ര. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബറിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗോവയിലെ ഏറ്റവും പ്രശസ്തമായ ആഡംബര വില്ലകളിലൊന്നായ പാലാസിയോ അഗോഡയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മില്ലണർമാരുടെ പാലസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മനോഹരമായ വാസ്തുവിദ്യാകൃതി കൊണ്ടും ആഡംബരം കൊണ്ടുമെല്ലാം വളരെയധികം പ്രശസ്തമാണ് പാലാസിയോ അഗോഡ. അഗോഡ കോട്ടയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് അഗോഡ ജയിൽ
അതിൻ്റെ പാനോരമിക് കാഴ്ച, വാസ്തുവിദ്യ, ചരിത്ര പ്രാധാന്യം എന്നിവയാൽ പ്രശസ്തമാണ്. ഒരു കാലത്ത് നിയമപരമായ കുറ്റവാളികളെ തടവിലാക്കാൻ ഉപയോഗിച്ചിരുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജയിലായിരുന്നു ഇത്. എന്നാൽ 2015 മുതൽ ഇതൊരു പൈതൃക സ്ഥലമായി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു. ജയിലിൻ്റെ ഒരു ഭാഗം ഗാലറികൾ, പ്രവർത്തന മേഖലകൾ, സൗകര്യ മേഖലകൾ, വിവരകേന്ദ്രം എന്നിവയിലുള്ള ഒരു മ്യൂസിയമായും സംവരണം ചെയ്തിട്ടുണ്ട്. 1930കളിൽ പോർച്ചുഗീസ് ഭരണകാലത്താണ് ഇത് സ്ഥാപിതമായത്. ഗോവ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈ സ്മാരകത്തെ പുനരുദ്ധരിച്ച് ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറ്റാൻ ശ്രമിച്ചു. ഈ പദ്ധതിയിൽ ഗോവയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം, ശബ്ദപ്രകാശ പ്രദർശനങ്ങൾ, കലാപ്രദർശനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അങ്ങനെ ബോട്ടിലുള്ള യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സിംഗൂരം ജെട്ടിയിൽ എത്തിച്ചേർന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു നമുക്ക് ഈ ബോട്ട് യാത്ര സമ്മാനിച്ചത്. മഡ്ഗോവയിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം നമ്മൾ ബസ്സിൽ നേരെ വന്നത് ഗോവയിലെ പിലാറിൽ സ്ഥിതി ചെയ്യുന്ന പിലാർ തീർത്ഥാടന കേന്ദ്രം, സൊസൈറ്റി ഓഫ് പിലാർ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തേക്കാണ്. ഇവിടെ വന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇഡ്ഡലി, വട, ഉപ്പുമാവ്, പഴം, മുട്ട ഇതെല്ലാം നല്ല സമൃദ്ധിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന മാതാവിൻ്റെ രൂപം ശ്രദ്ധിച്ചില്ലേ? ഒരു പില്ലർ പോലെയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നൊരു പള്ളിയാണ്. ആ പള്ളിയുടെ അകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമുക്ക് പോവാം. പിലാർ പിൽഗ്രിം പള്ളി ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർ ലേഡി ഓഫ് പിലാർ ചർച്ച് എന്നാണ്. ഗോൾഡൻ നിറത്തിലാണ് ഇവിടുത്തെ അൾത്താരകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ അൾത്താരയിലെല്ലാം കൊത്തുപണികളും അതുപോലെ തന്നെ രൂപങ്ങളും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രസംഗപീഠം എല്ലാം ഇവിടെയുണ്ട്. വളരെയധികം കൊത്തുപണികളോടുകൂടി വളരെ മനോഹരമായിട്ടാണ് ഈ പ്രസംഗപീഠം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പള്ളിയുടെ സൈഡിലായിട്ട് കാണുന്ന ഒരു ചെറിയ അൾത്താരയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ മിഷണറി സൊസൈറ്റിയുടെ ഭാഗമാണ് ഈ പള്ളി. കൂടാതെ സമൂഹത്തിൻ്റെ രക്ഷാധികാരിയായി പിലാറിലെ മാതാവിന് സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ദേവാലയം. ഗോവയിലെ പണാജി നഗരത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പിലാർ സെമിനാരിയുടെ ആത്മീയ ഗുരുവായിരുന്ന ഫാദർ അഗ്നേലോ ഡി സോഴ്സയുടെ കല്ലറയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ വന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ തിരക്ക് കൂടുന്നത്. 1869 ജനുവരി 21-നാണ് ഫാദർ അഗ്നേലോ ഡി സോഴ്സയുടെ ജനനം. മരണം 1927 നവംബർ 20-ന്. ഗോവയിലെ ഒരു പ്രധാന ആത്മീയ കേന്ദ്രമാണ് ഇവിടം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വ്ളോഗിൽ കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ളോഗ്സ്. താങ്ക് യു.